Hi friends, welcome back to my today's class ICD-10 coding guideline chapter 4. Chapter 4 എന്താണ്? Endocrine, Nutritional and Metabolic Disease. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ജനറൽ ആയിട്ട് എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം, അതിൽ വരുന്ന ഡയബറ്റിക് മെലിറ്റസ്, അതിന്റെ ടൈപ്സ് അതൊക്കെയാണ് നോക്കിയത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് കോഡിംഗ് ഗൈഡ് ലൈൻ ആണ്. ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഡയബറ്റിക് മെലിറ്റസിന്റെ കോഡിംഗ് ഗൈഡ് ലൈൻ ആണ്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. First, type of diabetes. If they documented as juvenile insulin dependent or early stage of diabetes mellitus can code as type 1 diabetes mellitus. ഇതിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ റെക്കോർഡിൽ പ്രൊവൈഡർ ടൈപ്പ് 1 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടൈപ്പ് 1 E10 സീരീസ് കോഡ് ചെയ്യാം. അഥവാ ടൈപ്പ് 2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും ടൈപ്പ് 2 E11 സീരീസ് കോഡ് ചെയ്യാം. ഇങ്ങനെ ടൈപ്പ് 1 എന്നും കൊടുത്തിട്ടില്ല, ടൈപ്പ് 2 എന്നും കൊടുക്കാതെ പകരം ജുവനൈൽ ഡയബറ്റിക് മെലിറ്റസ്, ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിക് മെലിറ്റസ്, ഇയർലി സ്റ്റേജ് ഡയബറ്റിക് മെലിറ്റസ് ഇങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ ടൈമിൽ നമ്മൾ കോഡ് ചെയ്യേണ്ടത് ടൈപ്പ് 1 ഡയബറ്റിക് മെലിറ്റസ് E10 സീരീസ് ആണ്. അതേപോലെ ടൈപ്പ് 1 എന്നും പറഞ്ഞിട്ടില്ല, ടൈപ്പ് 2 എന്നും പറഞ്ഞിട്ടില്ല. ഇതേപോലെ ഈ ജുവനൈൽ ഇൻസുലിൻ ഡിപെൻഡന്റ് അങ്ങനെയും പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് കോഡ് ചെയ്യേണ്ടത് E11 സീരീസ് ടൈപ്പ് 2 ഡയബറ്റിക് മെലിറ്റസ് ആണ്. If the type of diabetic mellitus is not documented in the medical record, the default code should be E11 series. ടൈപ്പ് 1 ടൈപ്പ് 2 ഒന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ കീ വേർഡ്സും ഇല്ലെങ്കിൽ ടൈപ്പ് 2 കോഡ് ചെയ്യണം. അതേപോലെ മറ്റൊന്ന് ടൈപ്പ് 1 ടൈപ്പ് 2 അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല, കീവേഡ്സ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ പേഷ്യന്റ് ഇൻസുലിൻ എടുക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഇൻസുലിൻ എടുക്കുന്നുണ്ട് എന്ന് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈമിലും നമ്മൾ കോഡ് ചെയ്യേണ്ടത് E11 സീരീസ് ആണ്, ടൈപ്പ് 2 ഡയബറ്റിക് മെലിറ്റസ് ആണ്. ഇതാണ് ടൈപ്പ് ഓഫ് ഡയബറ്റിക് മെലിറ്റസ് നോട്ട് ഡോക്യുമെന്റഡ്. നെക്സ്റ്റ്, ഡയബറ്റിസ് മെലിറ്റസ് ആൻഡ് യൂസ് ഓഫ് ഇൻസുലിൻ ആൻഡ് ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ആൻഡ് ഇൻജെക്റ്റബിൾ നോൺ ഇൻസുലിൻ ഡ്രഗ്സ്. പേഷ്യന്റ് ഇൻസുലിൻ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസമിക് ഡ്രഗ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻസുലിന്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടത് അതാണ് ഇതിൽ പറയുന്നത്. If the documentation in a medical record does not indicate the type of diabetic mellitus but does indicate the patient uses insulin, code E11 series type 2 diabetic mellitus. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ടൈപ്പ് ഓഫ് ഡയബറ്റിക് മെലിറ്റസ് കൊടുത്തിട്ടില്ല, പക്ഷേ പേഷ്യന്റ് ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ E11 സീരീസ് കോഡ് ചെയ്യണം. ആ ടൈമിൽ ഇൻസുലിൻ എടുക്കുന്നുണ്ടെന്ന് പറയുന്നു, അപ്പൊ ഇൻസുലിനും ഇതിന്റെ കൂടെ കോഡ് ചെയ്യണ്ടേ? ആ ഇൻസുലിൻ കോഡ് എന്താണെന്ന് ആണ് ഇതിൽ പറയുന്നത്. അഡീഷണൽ കോഡ് ഷുഡ് ബി അസൈൻഡ് ഫ്രം കോഡ് കാറ്റഗറി Z79 സീരീസ് ആസ് ഫോളോസ്. ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ Z79.4 ലോങ് ടേം കറന്റ് യൂസ് ഓഫ് ഇൻസുലിൻ. അഥവാ ഹൈപ്പോഗ്ലൈസമിക് ഡ്രഗ് ആണ് എടുക്കുന്നതെങ്കിൽ Z79.84 ലോങ് ടേം കറന്റ് യൂസ് ഓഫ് ഹൈപ്പോഗ്ലൈസമിക് ഡ്രഗ്. ഇനി ഇൻസുലിനും എടുക്കുന്നുണ്ട്, ഹൈപ്പോഗ്ലൈസമിക് ഡ്രഗും എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് കോഡും കോഡ് ചെയ്യാം നമുക്ക്. E11ന്റെ കോഡിന്റെ കൂടെയാണ് ഇത് കോഡ് ചെയ്യേണ്ടത്. E11 ഫസ്റ്റ് കോഡ് ചെയ്യണം, നെക്സ്റ്റ് Z79.4 അല്ലെങ്കിൽ Z79.84. അഥവാ ഇഞ്ചക്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ Z79.85 ലോങ് ടേം കറന്റ് യൂസ് ഓഫ് ഇൻജെക്റ്റബിൾ നോൺ ഇൻസുലിൻ ആന്റി ഡയബറ്റിക് ഡ്രഗ്. ഇനി ഇത് നമ്മുടെ ഡോക്യുമെന്റേഷൻ നോക്കുക, അതിൽ ഏതാണ് കൊടുത്തേക്കുന്നത് അത് കോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇതില് രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം കോഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് കോഡ് ചെയ്യാം. ഇതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. കോഡ് Z79.4 should not be assigned if insulin is given temporarily to bring a type 2 patient's blood sugar under control during an encounter. ഇതെന്താണെന്ന് വെച്ചാൽ, ഒരു പേഷ്യന്റിന് ടൈപ്പ് 2 ഡയബറ്റിക് മെലിറ്റസ് ഉണ്ട്, പക്ഷെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ബ്ലഡ് ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യാൻ വേണ്ടി
അവര് ടെമ്പററി ആയിട്ട് ഇൻസുലിൻ എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Z79.4 കോഡ് ചെയ്യരുത്. കാരണം ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ തന്നെ ലോങ് ടേം കറന്റ് യൂസ് ഓഫ് ഇൻസുലിൻ ആണ്. കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടേ ഇരിക്കുന്നു, ഇപ്പോഴും എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കോഡ് ചെയ്യാവുള്ളൂ. ടെമ്പററി ആയിട്ട് എടുത്തെങ്കിൽ അതൊരിക്കലും കോഡ് ചെയ്യരുത്. അതാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ്, കോംപ്ലിക്കേഷൻ ഡ്യൂ ടു ഇൻസുലിൻ പമ്പ് മാൽ ഫങ്ഷൻ. ഇനി ഇൻസുലിൻ പമ്പിൽ വരുന്ന കോംപ്ലിക്കേഷൻ വരുമ്പോൾ എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടത്? ഇനി എന്താണ് ഇൻസുലിൻ പമ്പ്? നമ്മള് ഡയബറ്റിക് മെലിറ്റസ് പേഷ്യന്റ് എപ്പോഴും ഇഞ്ചക്ഷൻ എടുക്കാതെ, ഡ്രഗ് എടുക്കാതെ ചിലപ്പോൾ അവർ ഇൻസുലിൻ പമ്പ് ഡിവൈസ് വെക്കാറുണ്ട്. ശരീരത്തിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പമ്പാണത്. ആ പമ്പ് വെക്കുകയാണെങ്കിൽ ഇൻസുലിന് അത് തന്നെ, ആ മെഷീൻ തന്നെ കൺട്രോൾ ചെയ്തുകൊള്ളും. കൂടുതലാണെങ്കിൽ അതിനെ കുറയ്ക്കും, കുറവാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യും. അതാണ് ഇൻസുലിൻ പമ്പ്. ഇനി ഈ ഇൻസുലിൻ പമ്പിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അതാണ് കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. അതില് ഫസ്റ്റ് വൺ, അണ്ടർ ഡോസ് ഓഫ് ഇൻസുലിൻ ഡ്യൂ ടു ഇൻസുലിൻ പമ്പ് ഫെയിലിയർ. ഇൻസുലിൻ പമ്പ് ഫെയിലിയറിന്റെ കാരണം ഇൻസുലിന്റെ അളവ് കുറഞ്ഞു, അതാണ് അണ്ടർ ഡോസ്. ആ ടൈമിൽ നമ്മൾ ഏതാണ് ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത്? T85.6. അത് ആ കോഡ് ടൈപ്പ് ഓഫ് പമ്പ് മാൾ ഫങ്ഷൻ, പമ്പിന് മാൾ ഫങ്ഷൻ ആയി എന്ന് പറയുന്ന കോഡാണ് T85.6. അതിന്റെ ഡിസ്ക്രിപ്ഷൻ, മെക്കാനിക്കൽ കോംപ്ലിക്കേഷൻ ഓഫ് അതർ സ്പെസിഫൈഡ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രോസ്തെറ്റിക് ഡിവൈസ് ഇംപ്ലാന്റ്സ് ആൻഡ് ഗ്രാഫ്റ്റ്. നെക്സ്റ്റ് കോഡ് ചെയ്യേണ്ടത് ഇവിടെ അണ്ടർ ഡോസ് ആണ് അയക്കുന്നത്. അപ്പൊ അണ്ടർ ഡോസിന്റെ കോഡ് T38.3x6, അണ്ടർ ഡോസിംഗ് ഓഫ് ഇൻസുലിൻ ആൻഡ് ഓറൽ ഹൈപ്പോഗ്ലൈസീമിക് ഡ്രഗ്. നെക്സ്റ്റ് കോഡ് ചെയ്യേണ്ടത് ഏത് ഡയബറ്റിക് ആണോ ഉള്ളത് ആ ടൈപ്പ് ഓഫ് ഡയബറ്റിക് മെലിറ്റസ് കോഡ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് പമ്പ് മാൽ ഫങ്ഷൻ കോഡ്, നെക്സ്റ്റ് അണ്ടർഡോസിന്റെ കോഡ്, നെക്സ്റ്റ് ഡയബറ്റിക് മെലിറ്റസിന്റെ കോഡ്. അടുത്തത് ഓവർ ഡോസ് ഓഫ് ഇൻസുലിൻ ഡ്യൂ ടു ഇൻസുലിൻ പമ്പ് ഫെയിലിയർ. ഇൻസുലിൻ പമ്പിന്റെ ഫെയിലിയർ കാരണം ഓവർ ഡോസ് ആയി. അപ്പൊ ഇൻസുലിന്റെ അളവ് കൂടി അങ്ങനെ ഓവർഡോസ് ആകുമ്പോൾ നമുക്ക് പോയിസൺ ആണ് ആകുന്നത്. അപ്പൊ ആ ടൈമിൽ കോഡ് ചെയ്യേണ്ടത് സെയിം T85.6 ആദ്യമേ കോഡ് ചെയ്യുക. 6 അതെന്താണ്? പമ്പ് ഫെയിലിയർ ആയി എന്നുള്ള കോഡ്. ഇത് ഫുൾ കോഡല്ല. T85.6 അടുത്ത സീരീസ് ഉണ്ട്. നമ്മൾ ICD-10 ബുക്കിൽ തേടുമ്പോൾ കറക്റ്റ് കോഡ് കിട്ടും. 6 കഴിഞ്ഞ് അടുത്ത ഡിജിറ്റ് ഉണ്ട്, അപ്പൊ അതിൽ തേടി കണ്ടുപിടിക്കണം. നെക്സ്റ്റ് കോഡ് ചെയ്യേണ്ടത് T38.3x1. ഇവിടെ ഓവർഡോസ് ആണ്. അപ്പൊ ഓവർഡോസ് പോയിസണിങ്ങിൽ വരും, അത് കോഡ് ചെയ്യുക. പോയിസണിങ് ബൈ ഇൻസുലിൻ ആൻഡ് ഓറൽ ഹൈപ്പോഗ്ലൈസീമിക് ഡ്രഗ് ആക്സിഡന്റൽ. നെക്സ്റ്റ് കോഡ് ചെയ്യേണ്ടത് ഡയബറ്റിക് മെലിറ്റസ്. ഏത് ടൈപ്പ് ഓഫ് ഡയബറ്റിക് മെലിറ്റസ് ആണോ അത് കോഡ് ചെയ്യുക. ഇതാണ് കോഡിംഗ് സീരീസ് ഓവർഡോസിന്റെ ഇൻസുലിൻ പമ്പ് ഫെയിലിയർ. നെക്സ്റ്റ്, സെക്കൻഡറി ഡയബറ്റിക് മെലിറ്റസ്. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടത് പ്രൈമറി ഡയബറ്റിക് മെലിറ്റസ് ആണ്. ടൈപ്പ് 1 ഡയബറ്റിക് മെലിറ്റസ്, ടൈപ്പ് 2 ഡയബറ്റിക് മെലിറ്റസ്, ഇതെല്ലാം പ്രൈമറി ഡയബറ്റിക് മെലിറ്റസ് ആണ്. ഇനി പറയാൻ പോകുന്നത് സെക്കൻഡറി ഡയബറ്റിക് മെലിറ്റസ്. സെക്കൻഡറി ഡയബറ്റിക് മെലിറ്റസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ശരീരത്തില് മറ്റെന്തെങ്കിലും ഒരു ഡിസീസസോ എന്തെങ്കിലും ഒരു സർജറി കാരണമോ നമുക്ക് ഒരു ഡയബറ്റിക് മെലിറ്റസ് ഉണ്ടായെങ്കിൽ അതാണ് സെക്കൻഡറി ഡയബറ്റിക് മെലിറ്റസ്. ഇത് ഡ്യൂ ടു അനദർ കണ്ടീഷൻ. ഡയബറ്റിക് മെലിറ്റസ് ഉണ്ടായത് മറ്റെന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊണ്ടാണെങ്കിൽ അതാണ് സെക്കൻഡറി ഡയബറ്റിക് മെലിറ്റസ്. Secondary diabetic mellitus is always caused by another condition or event. Example, cystic fibrosis. Cystic fibrosis എന്താണ്? ഒരു മ്യൂക്കസ് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥയാണ് സിസ്റ്റിക് ഫൈബ്രോസിസ്. ഇത് നമ്മുടെ പാൻക്രിയാസിൽ പ്രൊഡ്യൂസ് ചെയ്യും, അവിടെ ഇൻഫ്ലമേഷൻ ആകുകയും ചെയ്ത് ഇൻസുലിന്റെ അളവ് കുറയും. ആ അവസ്ഥയാണ് അങ്ങനെ വരുന്ന ഡയബറ്റിക് മെലിറ്റസ് ആണ് സെക്കൻഡറി ഡയബറ്റിക് മെലിറ്റസ് ഡ്യൂ ടു സിസ്റ്റിക് ഫൈബ്രോസിസ്. അടുത്ത എന്തുകൊണ്ടാകാം? മാലിഗ്നന്റ് നിയോപ്ലാസ്മ ഓഫ് പാൻക്രിയാസ്. ഇനി പാൻക്രിയാസിൽ എന്തെങ്കിലും പ്രോബ്ലം, എന്തെങ്കിലും മാലിഗ്നൻസി നിയോപ്ലാസം എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇൻസുലിന്റെ അളവ് കുറഞ്ഞ് പേഷ്യന്റിന് ഡയബറ്റിക് മെലിറ്റസ് ഉണ്ടാകാം. അതും സെക്കൻഡറി ഡയബറ്റിക് മെലിറ്റസ് ആണ്.
ഡ്യൂ ടു ഈ നിയോപ്ലാസം കാരണം. മറ്റൊരു എക്സാമ്പിൾ പാൻക്രിയാറ്റെക്ടമി. പാൻക്രിയാസ് തന്നെ റിമൂവ് ആക്കി. ഒരു പേഷ്യന്റിന് പാൻക്രിയാസിൽ എന്തെങ്കിലും പ്രോബ്ലം ആയി കാണും, അപ്പൊ പാൻക്രിയാസ് റിമൂവ് ആയി. പാൻക്രിയാസ് റിമൂവ് ആയാൽ നോർമലി ഇൻസുലിന്റെ അളവ് കുറയും. അപ്പോഴും നമുക്ക് ഡയബറ്റിക് മെലിറ്റസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതും ഒരു സെക്കൻഡറി ഡയബറ്റിക് മെലിറ്റസ് ആണ് ഡ്യൂ ടു പാൻക്രിയാറ്റെക്ടമി. അല്ലെങ്കിൽ എന്താ, അഡ്വേഴ്സ് എഫക്ട് ഓഫ് ഡ്രഗ് ഓർ പോയ്സണിങ്. എന്തെങ്കിലും ഒരു ഡ്രഗ് എടുത്തത് കൊണ്ട് ഇൻസുലിന്റെ അളവ് കുറഞ്ഞു, അതിന് കാരണം ഒരു ഡയബറ്റിക് മെലിറ്റസ് ഉണ്ടായി. അതും ഒരു സെക്കൻഡറി ഡയബറ്റിക് മെലിറ്റസ് ആണ്. കോമൺലി സെക്കൻഡറി ഡയബറ്റിക് മെലിറ്റസ് എങ്ങനെയാണ്, മറ്റൊരു കണ്ടീഷൻ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇതിന്റെ കോഡ് സീരീസ് വരുന്നത് E08 ഡയബറ്റിക് മെലിറ്റസ് ഡ്യൂ ടു അണ്ടർലൈങ് കണ്ടീഷൻ. ഇത് ഡയബറ്റിക് മെലിറ്റസ് ഡ്യൂ ടു അണ്ടർലൈങ് കണ്ടീഷൻ. അടുത്ത ഒരു സീരീസ് വരുന്നത് E09 ഡ്രഗ് ഓർ കെമിക്കൽ ഇൻഡ്യൂസ്ഡ് ഡയബറ്റിക് മെലിറ്റസ്. ഡ്രഗ് കൊണ്ടോ കെമിക്കൽ കൊണ്ടോ ഇൻഡ്യൂസ് ആയിട്ട് ഡയബറ്റിക് മെലിറ്റസ് ഉണ്ടായി. ഇതാണ് E09. E13 അതർ സ്പെസിഫൈഡ് ഡയബറ്റിക് മെലിറ്റസ്. അല്ലെങ്കിൽ ഇത് രണ്ടും അല്ല, മറ്റെന്തെങ്കിലും കാരണം കൊണ്ടുണ്ടായതാണ് അതർ സ്പെസിഫൈഡ് ഡയബറ്റിക് മെലിറ്റസ് E13. These are identified complication or manifestation associated with the secondary diabetic mellitus. അപ്പൊ ഇതെല്ലാം പറയുന്നത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഡയബറ്റിക് മെലിറ്റസ് ഉണ്ടായി എന്നതാണ്. ഇതാണ് സെക്കൻഡറി ഡയബറ്റിക് മെലിറ്റസിന്റെ കോഡ് സീരീസ്. ഇനി ഇതിന്റെ സെയിം നമ്മൾ പ്രൈമറി ഡയബറ്റിക് മെലിറ്റസിൽ കണ്ടതുപോലെ ഇവിടെ ഇൻസുലിൻ എടുക്കും, അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസമി ഡ്രഗ് എടുക്കും, അല്ലെങ്കിൽ ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കും. ആ ടൈമിൽ നമ്മൾ എങ്ങനെ കോഡ് ചെയ്യാം? അഡീഷണൽ കോഡ് ഷുഡ് ബി അസൈൻഡ് ഫ്രം കാറ്റഗറി Z79. പഴയടത്ത് E11 സീരീസിന്റെ കൂടെയാണ് Z79 നമ്മൾ കോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ സെക്കൻഡറി ഡയബറ്റിക് മെലിറ്റസിന്റെ കൂടെ E08 അല്ലെങ്കിൽ E09 അല്ലെങ്കിൽ E13 ഇതിന്റെ കൂടെയാണ് ഇത് കോഡ് ചെയ്യാൻ പോകുന്നത്. ഈ Z79 അപ്പൊ ഇൻസുലിൻ ആണ് എടുത്തതെങ്കിൽ, ആ പേഷ്യന്റ് ഇൻസുലിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കോഡ് ചെയ്യുക Z79.4. അഥവാ ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ഡ്രഗ് ആണെങ്കിൽ Z79.84. ഇനി ആന്റിബയോട്ടിക് ഡ്രഗ് ആണ് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ Z79.85. ഇതിലേതെങ്കിലും രണ്ടെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടും കോഡ് ചെയ്യാം. സെയിം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ Z79.4 ഒരിക്കലും ഒരു പേഷ്യന്റിന് പെട്ടെന്നുണ്ടാകുന്ന ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ടെമ്പററി ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ കോഡ് ചെയ്യരുത്. അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, അസൈനിങ് ആൻഡ് സീക്വൻസിങ് ഓഫ് സെക്കൻഡറി ഡയബറ്റിസ് കോഡ്സ് ആൻഡ് ഇറ്റ് കോസസ്. ഇനി ഇതിന്റെ അസൈനിങ് സീക്വൻസസ് എങ്ങനെയാണ്? സെക്കൻഡറി ഡയബറ്റിക് മെലിറ്റസ് ഡ്യൂ ടു പാൻക്രിയാറ്റെക്ടമി. സെക്കൻഡറി ഡയബറ്റിക് മെലിറ്റസ് എന്തുകൊണ്ടുണ്ടായി? പാൻക്രിയാറ്റെക്ടമി കൊണ്ടാണ് ഉണ്ടായതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കോഡ് സീരീസ് വരുന്നത്? ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് E13 അതർ സ്പെസിഫൈഡ് ഡയബറ്റിക് മെലിറ്റസ്. അടുത്ത കോഡ് ചെയ്യേണ്ടത് E89.1 പോസ്റ്റ് പ്രൊസീജിയർ ഹൈപ്പോ ഇൻസുലിനീമിയ. ഇൻസുലിന്റെ അളവ് കുറഞ്ഞു, ഹൈപ്പോ ഇൻസുലിനീമിയ. പോസ്റ്റ് പ്രൊസീജിയർ, ഒരു പ്രൊസീജിയർ പാൻക്രിയാറ്റെക്ടമി ചെയ്തു, അപ്പൊ അതൊരു പ്രൊസീജിയറാണ്. പ്രൊസീജിയർ കഴിഞ്ഞുള്ള ഹൈപ്പോ ഇൻസുലിനീമിയ. അടുത്ത കോഡ് ചെയ്യേണ്ടത് Z90.41 അക്വയർഡ് ആബ്സെൻസ് ഓഫ് പാൻക്രിയാസ്. അവിടെ ആ പേഷ്യന്റിന് പാൻക്രിയാസ് ഇപ്പൊ ഇല്ല, ആ സ്റ്റേറ്റസ് കോഡോടെ കോഡ് ചെയ്യണം. അതാണ് ഇതിന്റെ സീരീസ് E13, E89.1, Z90.41. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഈ ചാപ്റ്റർ ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. കൂടുതൽ ക്ലാസ്സസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്സ്.